ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാടകം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമ ഞാൻ കണ്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതും ജയൻ ക്രിസ്റ്റഫറാണ്. കാടിനകം എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കാടകം എന്ന പേര് നൽകിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് രതീഷ് കൃഷ്ണൻ, നന്ദന, ജോസ് ചാക്കോ, ഗോവിന്ദ് നമ്പൂതിരി, മനു തെക്കേടത്ത് തുടങ്ങിയവരാണ്. ഒരു കാട്ടിനുള്ളിലൂടെയുള്ള യാത്രയും കാടിനുള്ളിലെ ഭീകരതയും ഒക്കെ നല്ല രീതിയിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭീകരത കൂട്ടാൻ എന്ന രീതിയിൽ അട്ടയും പാമ്പും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു നടന്ന സംഭവമാണെന്ന്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് ഫസ്റ്റ് തന്നെ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പ്രവർത്തകരും അവർ ഫുൾ എഫോർട്ടോടു കൂടി അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എങ്കിലും ചില സീനുകൾ ഒരു ഇവൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ചുരുളി സിനിമയുടെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ തെറിവാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവായി തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ കൂടുതൽ സിനിമകളൊക്കെ റിലീസാകുന്ന സിനിമകളൊക്കെ കുട്ടികൾ കാണുന്നതാണല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. BGM ഇടയ്ക്കിടെ ബോറായിട്ട് എനിക്ക് തോന്നി. കാരണം ചീവീടിൻ്റെ ശബ്ദമൊക്കെ കുറേ നേരം ലാഗടിപ്പിച്ച് നമുക്ക് ആ കാട്ടിനുള്ളിലെ ചില ശബ്ദങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു അരോചകമായിട്ട് തോന്നി. എനിക്ക് തോന്നി, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ചില സീനുകൾ റിപ്പീറ്റായിട്ട് കാണിച്ചു. കാടിനകം തന്നെയാണ് എങ്കിലും റിപ്പീറ്റായി കാണുമ്പോൾ അത് നമുക്ക് അല്പം ബോറായിട്ട് തോന്നും. ടൈം ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഈ ചെറിയ പോരായ്മകൾ ഒഴിച്ചാൽ അടിപൊളി മേക്കിംഗ് ആണ്. നല്ല രീതിയിൽ അവർ ആ സിനിമ എടുത്തിട്ടുണ്ട്. ഫുൾ എഫോർട്ടോടു കൂടി അവരത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.